വടക്കുന്നാഥിന്റെ മണ്ണിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ബി.ജെ.പി. നേതാക്കളുടെയും ഗംഭീര റോഡ് ഷോ ഇപ്പോൾ തൃശൂരിൽ തുടങ്ങിക്കഴിഞ്ഞു. ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന റോഡ് ഷോയാണ് ഇപ്പോൾ തൃശൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ സ്വരാജ് റൌണ്ടിൽ നിന്നും തുറന്ന ജീപ്പിൽ മോദിയുടെ റോഡ് ഷോ ഇപ്പോൾ തുടങ്ങിയപ്പോൾ ആവേശത്തിലാണ് ജനങ്ങളെല്ലാം തന്നെ. തുറന്ന വാഹനത്തിൽ ബി.ജെ.പി. നേതാക്കൾക്കൊപ്പം പുഷ്പാലങ്കൃതമായ വാഹനത്തിലാണ് അദ്ദേഹം. ആവേശത്തിൽ ജനങ്ങളെ കൈവീശി കാണിച്ചുകൊണ്ട് മോദി പൂരങ്ങളുടെ നഗരത്തിൽ വൻ ജനാവലിയോടെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചിരിക്കുന്നത്. മഹിളാ സംഗമത്തിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ പൂക്കൾ വിതറിയാണ് ജനങ്ങൾ പ്രധാനമന്ത്രിയെ ഇപ്പോൾ വരവേറ്റിരിക്കുന്നതെന്ന് വ്യക്തമാണ്. വടക്കുന്നാഥിന്റെ മണ്ണിൽ ശക്തന്റെ തട്ടകത്തിൽ ആവേശ തിരയിളക്കമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷൻ നിവേദിത എസ്, സുരേഷ് ഗോപി എന്നിവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം ഗംഭീരമായ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്. പ്രത്യേക വിമാനത്തിലാണ് പ്രധാനമന്ത്രി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയതും തുടർന്ന് ഹെലികോപ്റ്ററിൽ കുട്ടനല്ലൂർ ഹെലിപ്പാഡിലെത്തി അവിടെ നിന്നും റോഡ് മാർഗം ജില്ലാ ആശുപത്രി ജംഗ്ഷനിലെത്തിയ അദ്ദേഹം സ്വരാജ് റൌണ്ട് മുതൽ നായ്ക്കനാൽ വരെയുള്ള 1.5 കിലോമീറ്റർ റോഡ് ഷോയിലാണ് പങ്കെടുത്തിരിക്കുന്നത്. വിവിധ വേദികളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീരത്നങ്ങളാണ് അദ്ദേഹത്തിനൊപ്പം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ബീന കണ്ണൻ, ഡോക്ടർ എം എസ് സുനിൽ, വൈക്കം വിജയലക്ഷ്മി, ഉമാപ്രേമൻ, മറിയക്കുട്ടി, ഇന്ത്യൻ ക്രിക്കറ്റർ മിന്നുമണി, ചലച്ചിത്ര താരം ശോഭന എന്നിവരാണ് പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്നത്. 7 ജില്ലകളിൽ നിന്നുള്ള 2 ലക്ഷം വനിതകളാണ് ഈ സമ്മേളനത്തിൽ ഭാഗമാകുന്നതും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് തൃശൂർ നഗരത്തിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളതും. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സമ്മേളന നഗരിയും പരിസരവും സായുധ സേന അംഗങ്ങളുടെ കാവലിലാണ്. ബോംബ് സ്ക്വാഡ്, ഡോഗ് സ്ക്വാഡ് തുടങ്ങിയവയൊക്കെ തന്നെ വേദിക്ക് സമീപം നിലയുറപ്പിച്ചിട്ട് 3000-ഓളം പോലീസ് സേന അംഗങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നതിനോടനുബന്ധിച്ച് ഈ പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ളതും. പ്രധാനമന്ത്രി വരുന്നതിനോടനുബന്ധിച്ച് പ്രധാന സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട്. സമ്മേളന നഗരിക്ക് പ്രവേശനം മെറ്റൽ ഡിറ്റക്ടറിലൂടെ മാത്രമാണുള്ളത്. പ്രധാന വേദിയെ തേക്കിൻകാട് മൈതാനത്തേക്ക് സ്ത്രീകൾ മാത്രമായിരുന്നു പ്രവേശിപ്പിച്ചിരിക്കുന്നതും. സ്ഫോടക വസ്തു പരിശോധന പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് സദസ്സിലേക്കുള്ള പ്രവേശനം പോലും അനുവദിച്ചിട്ടുള്ളത്. മാത്രമല്ല ബാഗ്, കുപ്പിവെള്ളം, കുട തുടങ്ങിയവയുമേ പ്രവേശനമൊന്നും അനുവദിക്കില്ല എന്ന് ഇതിനു മുമ്പ് തന്നെ അറിയിച്ചിരുന്നു. മൊബൈൽ ഫോൺ മാത്രമാണ് കയ്യിൽ കരുതുന്നത്. സ്വരാജ് റൌണ്ടിലെ റോഡ് ഷോ കാണാൻ ബാരിക്കേഡിന്റെ വശങ്ങളിൽ പൊതുജനത്തെ അനുവദിക്കുമെങ്കിലും മെറ്റൽ ഡിറ്റക്ടറിലൂടെ മാത്രം പ്രവേശനം ഇവർക്ക് ഒരുക്കിയതും. നഗരത്തിൽ വാഹന ഗതാഗതത്തിന് സമ്പൂർണ്ണ നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ റോഡുകളിൽ ഗതാഗതം വഴിതിരിച്ചുവിട്ടു. സ്വരാജ് റൌണ്ടിന് സമീപത്തെ എല്ലാ ഉയർന്ന കെട്ടിടങ്ങളിലും പോലീസിന്റെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ കെട്ടിടങ്ങളിലൊക്കെ തന്നെ പോലീസ് ഇപ്പോൾ നിയന്ത്രണത്തിലാണ്. പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന വേദി, ബാരിക്കേഡ് തുടങ്ങിയവ നിർമ്മിക്കാൻ ജോലി ചെയ്ത ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരെ കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധനയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. മഹിളാ സമ്മേളന വേദിയിൽ പ്രവേശിക്കേണ്ടവർ ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് തന്നെ പരിശോധന പൂർത്തിയാക്കിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല കനത്ത കാവലിലാണ് ഈ പ്രദേശമടക്കമുള്ളത്. 3000-ഓളം പോലീസ് സേനാ അംഗങ്ങളെയാണ് സുരക്ഷാ ചുമതലകൾക്ക് വേണ്ടി നഗരത്തിൽ വിന്യസിച്ചിരിക്കുന്നതും. ക്രമസമാധാന ചുമതലയുള്ള ADGPMR അജിത് കുമാർ, ഉത്തരമേഖല IG കെ സേതുരാമൻ, റേഞ്ച് IGS അജിത് ബീഗം തുടങ്ങിയവർ നഗരത്തിൽ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. മേൽനോട്ടം വഹിക്കുകയാണ് മുഴുവൻ പോലീസ് സേനാ അംഗങ്ങളും. കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് അക്കാദമിയിൽ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് വിശദമായ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.